കോൺഗ്രസിൽ 5 പേർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചെന്ന് സൂചന. സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, M ലിജു, AP അനിൽകുമാർ എന്നിവർ മന്ത്രിമാരാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകുമെന്നും സൂചന. വിവരങ്ങളുമായി ബിനിൽ ലീലാബ് സാബു ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ബിനിൽ, അങ്ങനെ 11-ൽ 5 ഉറപ്പിച്ചിരിക്കുകയാണ്. സോന, ഇതൊന്നും നേരത്തെ ചൂണ്ടിക്കാണിച്ച പട്ടികയിലുള്ള പേരുകൾ തന്നെയാണ്. അതിൽ ഉറപ്പില്ലാതിരുന്നത് M ലിജുവിൻ്റെ പേര് മാത്രമാണ്. ബാക്കിയുള്ളവരുടെ പേരുകളെല്ലാം നേരത്തെ പട്ടികയിലുണ്ടായിരുന്നു. ഇവരൊക്കെ ഏകദേശം മന്ത്രിസ്ഥാനത്തേക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഇവരുണ്ടാകും എന്നാണ് അറിയുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയാകും. അദ്ദേഹം മന്ത്രിയാകുമെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. മുതിർന്ന നേതാവാണ്. പേരാവൂരിൽ നിന്ന് അദ്ദേഹം മുൻപും ജയിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തെ ഉറപ്പായും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം. കെ മുരളീധരൻ, അദ്ദേഹവും ഒരു സുപ്രധാന വകുപ്പിൽ മന്ത്രിയാകുമെന്ന് നേരത്തെ ഉറപ്പിച്ചതാണ്. ആരോഗ്യമടക്കമുള്ള വകുപ്പുകളിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട്. അത് ഏത് വകുപ്പ് എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി എന്നാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. കെ മുരളീധരൻ ഉറപ്പായിട്ടും മന്ത്രിസഭയിലേക്ക് വരേണ്ടയാളാണ്. ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. M ലിജു മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. M ലിജുവിൻ്റെ പേരും പട്ടികയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം നിയമസഭയിൽ പുതുമുഖമാണ്. ആദ്യമായി സഭയിലേക്ക് വരികയാണ്. മുൻപ് മത്സരിച്ചപ്പോഴൊക്കെ പരാജയപ്പെട്ട ആളാണ് അദ്ദേഹം. കായംകുളത്ത് മത്സരിച്ച് പരാജയപ്പെട്ടു. പിന്നീട് അമ്പലപ്പുഴയിൽ പരാജയപ്പെട്ടു. വീണ്ടും കായംകുളത്ത് നിന്നാണ് ഇത്തവണ അദ്ദേഹം നിയമസഭയിലേക്ക് വരുന്നത്. അദ്ദേഹവും മന്ത്രിയായി വരുമെന്ന് അറിയുന്നു. AP അനിൽകുമാർ പ്രധാനപ്പെട്ട നേതാവാണ്. മുൻ മന്ത്രിയാണ്. KC വേണുഗോപാലിൻ്റെ ഒപ്പം നിൽക്കുന്ന സന്തത സഹചാരിയാണ്. അദ്ദേഹവും മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ മന്ത്രി, കോൺഗ്രസിലെ മുതിർന്ന നേതാവ്, സ്പീക്കർ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. നമ്മൾ നേരത്തെ അദ്ദേഹത്തെ ആ രീതിയിൽ പരിഗണിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. തിരുവഞ്ചൂർ സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. നിയമസഭയിലെ വകുപ്പും ചട്ടങ്ങളും ഒക്കെ കൃത്യമായി അറിയാവുന്ന ഏറ്റവും മുതിർന്ന നിയമസഭാ സാമാജികനായിട്ട് അദ്ദേഹം ഉണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ആ രീതിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നുവെന്നാണ് അറിയുന്നത്. സോന, അതുതന്നെയാണ്. നേരത്തെ അത്തരം സൂചനകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി തന്നെ കോൺഗ്രസ് പരിഗണിച്ചതാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് സ്പീക്കറായി കൃത്യമായി നിയമസഭയിലെ ചട്ടങ്ങൾ അറിയാവുന്ന ആൾ തന്നെ വേണം, മുതിർന്ന നേതാവ് തന്നെ വേണം. അതുകൊണ്ടാണ് തിരുവഞ്ചൂരിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. അദ്ദേഹം KC വേണുഗോപാലിന് ഒപ്പം നിൽക്കുന്ന ആൾ കൂടിയാണ്. പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ഒപ്പം നിൽക്കുന്ന ആൾ കൂടിയാണ് അദ്ദേഹം. മറ്റ് 5 പേരെ പരിശോധിച്ചാൽ സണ്ണി ജോസഫ് KC വിഭാഗത്തിലെ നേതാവാണ്. ഇതിൽ PC വിഷ്ണുനാഥ്, KPCC വർക്കിംഗ് പ്രസിഡന്റ്, KCക്കൊപ്പം സജീവമായി നിൽക്കുന്ന ആളാണ്. M ലിജു നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം, രമേശ് ചെന്നിത്തല പക്ഷമായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം KC വേണുഗോപാലിന് ഒപ്പമാണ്. AP അനിൽകുമാർ ഗ്രൂപ്പ് മാനേജർ, KCയുടെ ഗ്രൂപ്പ് മാനേജർ എന്ന് തന്നെ അദ്ദേഹത്തെ പറയാം. KC വേണുഗോപാലിനൊപ്പം സജീവമായുള്ള സന്തത സഹചാരിയായിട്ടുള്ള നേതാവ് തന്നെയാണ് അദ്ദേഹം. നമുക്ക് ചരിത്രം നോക്കിയാൽ നേരത്തെ മിഷൻ 63 എന്ന് അവതരിപ്പിച്ചപ്പോൾ അത് VD സതീശനാണ് അവതരിപ്പിച്ചപ്പോൾ അതിൽ ക്ഷുഭിതനായി സംസാരിക്കുകയും ചെയ്ത നേതാവാണ് AP അനിൽകുമാർ. ആ AP അനിൽകുമാർ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു. അത് KC വേണുഗോപാലിന്റെ വിശ്വസ്തനാണ് അദ്ദേഹം. ഈ പട്ടികയിൽ 5 പേരുടെ പട്ടികയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഉള്ളത് K മുരളീധരൻ മാത്രമാണ് ഈ VD സതീശിന്റെ ഒപ്പം നിൽക്കുന്നത്. അത് VD സതീശൻ പക്ഷം എന്നൊന്നും പറയാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് ജനവികാരം മാനിക്കണം, VD സതീശിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നാണ്. അങ്ങനെ ആ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ആളൊന്നുമല്ല അദ്ദേഹം. പക്ഷേ K മുരളീധരൻ VD സതീശിനെ വേണ്ടി അനുകൂലിച്ച് നിൽക്കുന്ന ആളാണ്. അങ്ങനെ ഏകദേശം 5 മന്ത്രിമാരുടെ പട്ടിക നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയും. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പിക്കാം. അത് നേരത്തെ അരൂർ റിപ്പോർട്ട് ചെയ്തതാണ്. രമേശ് ചെന്നിത്തല മന്ത്രിസ്ഥാനം, അദ്ദേഹത്തെ ആഭ്യന്തര മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം വരും എന്ന് നേരത്തെ ഉറപ്പിച്ചതാണ്. അങ്ങനെയെങ്കിൽ 6 പേരുടെ കാര്യത്തിൽ തീരുമാനമായി. 7ാമതായി മുഖ്യമന്ത്രി ഉണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള 4 പേരുടെ പട്ടിക കൂടിയാണ് ഇനി അറിയേണ്ടത്. അതെന്തായാലും തിരക്കിട്ട ചർച്ചകൾ അതിനായി നടക്കുന്നുണ്ട്. അതിൽ അൻവർ സാദത്തിന്റെ പേരും IC ബാലകൃഷ്ണന്റെ പേരൊക്കെ രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന, താൻ ആഭ്യന്തരമന്ത്രിയായി പോകുന്നതല്ല, തനിക്കൊപ്പം നിൽക്കുന്ന ആളുകളെ കൂടി പരിഗണിക്കണം, അവരെ സംരക്ഷിക്കണം എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തല തുടക്കം മുതൽ സ്വീകരിച്ചത്. അദ്ദേഹത്തിന് പലകുറി ഈ വകുപ്പുകൾ നൽകാം, വരൂ മന്ത്രിസഭയിലേക്ക് വരൂ എന്ന് ക്ഷണിച്ചതാണ്. പക്ഷേ അങ്ങനെ ക്ഷണിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് ഈ ആഭ്യന്തര മന്ത്രിസ്ഥാനം പോലും തന്നെ മോഹിപ്പിക്കുന്നില്ല, അവിടെ തനിക്കൊപ്പം നിൽക്കുന്ന MLA-മാരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം സജീവമായി മുന്നോട്ടേക്ക് വരും, മന്ത്രിസഭയിൽ അംഗമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള മന്ത്രിസ്ഥാനം ചർച്ച ചെയ്യുമ്പോൾ അൻവർ സാദത്തിൻ്റെയും അതോടൊപ്പം IC ബാലകൃഷ്ണന്റെ പേരൊക്കെ പരിഗണിക്കുന്നുണ്ട്. അൻവർ സാദത്തിനെ മന്ത്രിയാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അവിടെ
സാമുദായിക പരിഗണന വലിയ ഘടകമാണ്. അങ്ങനെ നോക്കിയാൽ അവിടെ വി ഡി സതീശന് അനുകൂലമായി നിൽക്കുന്ന ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. KC-ക്ക് ഒപ്പം നിൽക്കുന്ന T സിദ്ദിഖ വയനാട്ടിൽ കൽപ്പറ്റയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള MLA-മാർ, സാമുദായിക പരിഗണന നോക്കുന്ന MLA-മാർ നിലനിൽപ്പുണ്ട്. അവരിൽ ഒരാൾക്ക് മാത്രമായിരിക്കും പരിഗണന കിട്ടുക. അല്ലെങ്കിൽ ഇതിൽ കൂട്ടായി ചർച്ച ചെയ്ത ഒരാൾ വരുമ്പോൾ മറ്റ് 2 പേർ, കോൺഗ്രസിലെ ആ സമുദായത്തിലെ 2 പേരെ മന്ത്രിയാക്കുക എന്ന രീതി അവലംബിക്കണം. അതൊന്നും നേരത്തെ അത്തരത്തിൽ വന്നിരുന്നില്ല. എന്തായാലും അക്കാര്യങ്ങളൊക്കെ ചർച്ചയായി മുന്നോട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും കൂട്ടായ ചർച്ചകൾ തുടരുകയാണ്. ബാക്കിയുള്ള മന്ത്രിമാരുടെ കാര്യം വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. തീർച്ചയായും അങ്ങനെ കോൺഗ്രസിലെ 6 മന്ത്രിമാരുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായിട്ടുണ്ട്. സണ്ണി ജോസഫ്, K മുരളീധരൻ, PC വിഷ്ണുനാഥ്, M ലിജു, AP അനിൽകുമാർ, അതോടൊപ്പം രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പും കൂടെ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിലാണ് ഒരു ധാരണയായിരിക്കുന്നത്. ബിനിൽ, ഇവരൊക്കെ ഏതൊക്കെ വകുപ്പുകളിലോട്ടായിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളുണ്ടോ? അന്തിമമായി അങ്ങനെ സൂചനയിലേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ K മുരളീധരനെ ആരോഗ്യവകുപ്പ് നൽകിയേക്കും എന്ന വിവരമുണ്ട്. അത് നേരത്തെ മുതൽ അത്തരത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. മറ്റൊന്ന് M ലിജുവിനെ എക്സൈസിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള വിവരമൊക്കെ ഉണ്ട്. അത് എക്സൈസ് വകുപ്പ് നേരത്തെ കൈകാര്യം ചെയ്ത് കോൺഗ്രസ് തന്നെ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. K ബാബു എക്സൈസ് മന്ത്രിയായിരുന്നു. തൃപ്പൂണിത്തുറ നിന്നുള്ള അംഗമാണ് അദ്ദേഹം. ആ മണ്ഡലത്തിൽ ആദ്യം പരിഗണിച്ചത് M ലിജുവിനെയാണ്. പക്ഷേ K ബാബുവാണ് തൻ്റെ വിശ്വസ്തനായ ഒപ്പം നിൽക്കുന്ന ദീപക് ജോയി അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അത് അംഗീകരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ M ലിജു മത്സരിക്കേണ്ടത് തൃപ്പൂണിത്തുറയിലാണ്. അദ്ദേഹത്തെ എക്സൈസ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരും എന്നുള്ള ഒരു സൂചനയാണ് നിലവിലുള്ളത്. ബാക്കിയുള്ള ആളുകളുടെ വകുപ്പുകൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. പക്ഷേ നിസ്സാര വകുപ്പുകളൊന്നും ആയിരിക്കില്ല. അവർക്ക് സുപ്രധാനമായ വകുപ്പുകളിലേക്കായിരിക്കും AP അനിൽകുമാർ അടക്കം വരുന്നത്. AP അനിൽകുമാർ നേരത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഈ പട്ടികജാതി ആ വകുപ്പൊക്കെ കൈകാര്യം ചെയ്ത ആളാണ്. അതുകൊണ്ട് ആ വകുപ്പുകളിലേക്കൊക്കെ അദ്ദേഹത്തെ പരിഗണിച്ചേക്കാം എന്ന വിവരം കൂടിയുണ്ട്. എന്തായാലും അത്തരം വകുപ്പുകളുടെ കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് ഒരു വ്യക്തത ഉണ്ടാകും എന്നാണ് അറിയുന്ന ഒരു കാര്യം. മറ്റൊന്ന് ഉഭയകക്ഷി ചർച്ചയാണ്. ലീഗുമായി ഏകദേശം ധാരണയായിട്ടുണ്ട്. ആ 5 മന്ത്രിസ്ഥാനം 5 മന്ത്രിമാർ അവർക്ക് ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പിച്ചു. ഇനി അറിയേണ്ടത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രിമാർ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അവരുടെ അഭിപ്രായം അറിയിച്ചു. അത് VD സതീശൻ നേരിട്ട് വന്ന കന്റോൺമെന്റ് ഹൗസിൽ എത്തി PJ ജോസഫും മോൻസ് ജോസഫുമാണ് അറിയിച്ചത്. 2 മന്ത്രിസ്ഥാനത്തിന് വേണം എന്നാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവർ പറയുന്ന ഒരു കാര്യം. പക്ഷേ ഇനിയും അക്കാര്യത്തിലൊരു ചർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് 2 മന്ത്രിസ്ഥാനം നൽകിയാൽ ബാക്കിയുള്ള ആളുകളെ എങ്ങനെ പരിഗണിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠ ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് വീണ്ടും അക്കാര്യം ചർച്ച ചെയ്യാനാണ് തീരുമാനം. ഒരുപക്ഷെ അവരെ സെറ്റിൽ ചെയ്യുക ഒരു മന്ത്രിസ്ഥാനവും അതോടൊപ്പം തന്നെ അവർക്ക് ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പും, ഇങ്ങനെ ഒരു ഫോർമുല മുന്നോട്ട് വെച്ച് അങ്ങനെ പരിഹരിക്കാനായിരിക്കും അവർ തൃപ്തിപ്രദനായിരിക്കും ചർച്ചകൾ തുടരുക. അങ്ങനെ ഒരു ചർച്ച തുടക്കത്തിലുണ്ടായിരുന്നു. എന്തായാലും അത് വരും മണിക്കൂറുകളിലും ആ ചർച്ചകൾ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ മാണി സി കാപ്പൻ ഇവിടേക്ക് എത്തുകയാണ്. പാലായിൽ നിന്നുള്ള നിയുക്തി MLA ആണ്. അദ്ദേഹവും മന്ത്രിയാകും എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ടേം വ്യവസ്ഥയാണോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ടേം വ്യവസ്ഥയാണെങ്കിൽ ഒരുപക്ഷെ CP ജോണിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ 2.5 വർഷം, ആദ്യ വർഷം കൊടുക്കുക CP ജോണിനാണ്, അതിനുശേഷം 2.5 വർഷം മാണി സി കാപ്പന്. അങ്ങനെയുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ, നേരത്തെ ഇവിടെ ആദ്യം രാവിലെ വന്നപ്പോൾ ചർച്ച ചെയ്തപ്പോൾ അവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞ കാര്യം, അങ്ങനെ ടേം വ്യവസ്ഥയൊന്നും ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഉറപ്പായും മന്ത്രിയാകുമെന്നാണ് CP ജോൺ പറഞ്ഞത്. പക്ഷേ അപ്പോഴും അദ്ദേഹം പറഞ്ഞത് 5 വർഷം തന്നെ മന്ത്രിയായിരിക്കും, ടേം വ്യവസ്ഥ ഇല്ല എന്നാണ് CP ജോൺ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവരെ എങ്ങനെ സെറ്റിൽ ചെയ്യും, അവരെ എങ്ങനെ ഉൾക്കൊള്ളിക്കും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. എന്തായാലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് VD സതീശൻ അറിയിച്ചിട്ടുള്ളത്. എല്ലാ ഘടകകക്ഷികളെയും തുല്യമായി പരിഗണിച്ച് പോകുമെന്ന് അവർ പറയുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ മാണി സി കാപ്പനെ നോക്കിക്കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ ജയിച്ചത് മാണി സി കാപ്പൻ മാത്രമാണ്. അതോടൊപ്പം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവിടെ അനൂപ് ജേക്കബ് മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. അവരൊക്കെ മന്ത്രിയായി വരികയാണ്. അങ്ങനെ ഒരു MLA മാത്രമുള്ളവർ ഘടകകക്ഷിയിൽ നിന്ന് മന്ത്രിയായി വരുമ്പോൾ 7 പേർ ജയിച്ച ഘടകകക്ഷിയിലെ 2 പേരെങ്കിലും മന്ത്രിയാകേണ്ടേ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇത് സുപ്രധാനമായ ചില വകുപ്പുകളും കേരള കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. അത് RSPയും ചോദിക്കുന്നുണ്ട്. RSPയുടെ മനസ്സിലുള്ളത്, അവർ വിചാരിക്കുന്നത് ജലവിഭവം അവർക്ക് കിട്ടണം എന്നൊരാവശ്യമായിരിക്കും ഉന്നയിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ വനം, ടൂറിസം അടക്കമുള്ള വകുപ്പുകൾ ചോദിക്കാനാണ് അവരുടെ ഒരു തീരുമാനം.
തീരുമാനം. ജലവിഭവം ചോദിക്കാനുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് നേരത്തെ ഇടത് സർക്കാരിൽ NK പ്രേമേന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ അവരുടെ വകുപ്പ് അത് ജലവിഭവമായിരുന്നു. നേരത്തെ അതിനുശേഷം പിന്നീട് ഷിബു ബേബി ജോൺ വന്നപ്പോൾ ഷിബുവിൻ്റെ വകുപ്പ് തൊഴിലായിരുന്നു. ഇപ്പോൾ തൊഴിൽ വലിയ പ്രാധാന്യമുള്ള വകുപ്പല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ആ വകുപ്പ് മാത്രം പോരാ, ജലവിഭവത്തിലേക്ക് കണ്ണുവെക്കുകയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവർ നേരത്തെ മുൻപ് ജലവിഭവം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് LDF സർക്കാരിലായിരുന്നപ്പോൾ പൊതുമരാമത്താണ് മോൻസി ജോസഫ് മന്ത്രിയായിരുന്ന വകുപ്പ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ UDF-ലേക്ക് വരുമ്പോൾ ഈ പൊതുമരാമത്ത് ലീഗിൻ്റെ വകുപ്പാണ്, അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. ഇബ്രാഹിം കുഞ്ഞൊക്കെ മന്ത്രിയായിട്ട് നമുക്കറിയാം. എന്തായാലും ആ വകുപ്പ് അവർക്ക് കിട്ടാനിടയില്ല, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ്, അങ്ങനെയാണ് അവർ ആലോചിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണം എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രാവിലെ മോൻസ് ജോസഫ് മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ അതാണ് പറഞ്ഞത്. അവർ ചരിത്രം കൂടി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ സർക്കാർ UDF സർക്കാരിൽ 2 വകുപ്പുകളുണ്ട്, 2 മന്ത്രിമാരുണ്ടായിരുന്നു. ആ വകുപ്പുകൾ പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട വകുപ്പുകളാണത്. KM മാണി ധനമന്ത്രിയായിരുന്നു, അതോടൊപ്പം PJ ജോസഫ് ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകൾ അവർ ഭരിച്ചതാണ്. അതുകൊണ്ട് ഇത്തവണ അവർക്ക് ആ വകുപ്പുകൾ വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ആ വകുപ്പുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റു വകുപ്പുകളിലേക്ക് ചർച്ചകൾ പോകാം എന്നും പറയുന്നു. ഈ നിലവിൽ ഇങ്ങനെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തെ പരിശോധിച്ചാൽ അനൂപ് ജേക്കബ് പിറവത്ത് നിന്നുള്ള നിയുക്ത MLA ആണ്. അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്നു. സിവിൽ സപ്ലൈസ് അടക്കമുള്ള വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. രാവിലെ നമ്മൾ ചോദിച്ചു ആ വകുപ്പുകൾ തന്നെയാണോ ചോദിക്കുക എന്ന് ചോദിച്ചപ്പോൾ കൂട്ടായ ചർച്ചയിലൂടെ തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ VD സതീശൻ നേരത്തെ ഇവിടേക്ക് വന്നതാണ്. ഇപ്പോൾ അനൂപ് ജേക്കബ് നേരത്തെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ മാണി C കാപ്പനും എത്തിയിരിക്കുന്നു. ആ ചർച്ചകൾ ഉടനടി വേഗത്തിൽ പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും മറ്റ് ഘടകകക്ഷികളുമായുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടത്തുക. എന്തായാലും ചർച്ചകൾ തുടരും. ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെ ഉച്ചയോടെ ഈ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറും. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞയുള്ളത്. VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം, ഈ തിങ്കളാഴ്ച അവിടെ 21 മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം 21 പേരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കും. അത്തരം വലിയ തർക്കങ്ങൾ ഞങ്ങൾ തമ്മിലില്ല, ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. രമേശ് ചെന്നിത്തലയുമായുള്ള പ്രശ്നം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വീട്ടിലുണ്ടാകുന്ന ചെറിയ ഇണക്കം പിണക്കം അത് മാത്രമേ ഉള്ളൂ, അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്, അത് കൃത്യമായി പരിഹരിക്കുമെന്ന് പറഞ്ഞു. എല്ലാം ശുഭപര്യവസാനമായിരിക്കുമെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവർത്തിച്ച് വ്യക്തമാക്കിയത്. എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ചകൾ പലതും നടക്കുന്നുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ഒരു പൂർണ്ണ ചിത്രം മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ബിനിൽ, അതുപോലെ തന്നെ ഈ മന്ത്രിസഭയിൽ എത്രത്തോളമായിരിക്കും വനിതാ പ്രാതിനിധ്യം? കാരണം കഴിഞ്ഞ LDF സർക്കാരിൽ 3 വനിതാ മന്ത്രിമാരുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് എങ്ങനെയായിരിക്കും, ഏത് തരത്തിലായിരിക്കും പരിഗണിക്കുക? പ്രത്യേകിച്ചും സതീഷിനോട് അടുത്ത് നിൽക്കുന്ന ഷാനിമോൾ ഉസ്മാനെ അടക്കം ആരൊക്കെയാകും പരിഗണനയിൽ ഉണ്ടാകുക? അതിൽ നിലവിൽ 2 പേരാണ് അങ്ങനെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഷാനിമോൾ ഉസ്മാനും അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണയുമാണ് ആ പരിഗണനയിൽ ഉള്ള ആളുകൾ. അതിൽ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. സാമുദായിക പരിഗണന കൂടി വരണം. നേരത്തെ രമേശ് ചെന്നിത്തല അൻവർ സാദത്തിന് വേണ്ടി വാദിച്ചതാണ്. അൻവർ സാദത്തിന് വേണ്ടി വാദിക്കുമ്പോൾ T സിദ്ദിഖുണ്ട്. അപ്പോൾ അവിടെ VD സതീശിന് ഒപ്പം നിൽക്കുന്ന ഷാനിമോൾ ഉസ്മാനുണ്ട്. VD സതീശൻ എന്തായാലും ഉറപ്പായിട്ടും ഷാനിമോൾ ഉസ്മാന് വേണ്ടി പറയും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണയെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം. അത് കെ സി വേണുഗോപാൽ പക്ഷത്ത് നിൽക്കുന്ന, അവർക്ക് വേണ്ടി KCക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്ന നേതാവാണ് ബിന്ദു കൃഷ്ണ. നേരത്തെ ബിന്ദു കൃഷ്ണ ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തല പക്ഷത്താണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ഉള്ളത് KC വേണുഗോപാൽ പക്ഷത്താണ് ഉള്ളത്. ആരാണ് മുഖ്യമന്ത്രി വരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞത് KC വേണുഗോപാൽ എന്നാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞതും. എന്തായാലും അവർ മന്ത്രിസ്ഥാനത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം സാമുദായിക പരിഗണന നോക്കുമ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അവിടെ ഷാനിമോൾ ഉസ്മാന് ഒരു വിലങ്ങ് തടിയായി നിൽക്കുന്നത് ഈ സാമുദായിക പ്രാതിനിധ്യമാണ്. അവിടെ T സിദ്ദിഖും ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്ന അൻവർ സാദത്തിനെയും ഒക്കെ പരിഗണിച്ചാൽ അവിടെ ഒരു വഴി ഷാനിമോൾ ഉസ്മാൻ അടയും. എന്തായാലും അത്തരം ചർച്ചകളും സജീവമായി തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 3 പേരും T സിദ്ദിഖും ഷാനിമോൾ ഉസ്മാനും അതോടൊപ്പം തന്നെ അൻവർ സാദത്തും 3 പേരെ പരിഗണിച്ചാൽ 3 പേരും 3 ഗ്രൂപ്പുകളിൽ നിൽക്കുന്ന 3 പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ആർക്കാകും നറുക്ക് വീഴുക എന്നുള്ളത് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വരും നിമിഷങ്ങളിലും കൂടിക്കാഴ്ചകൾ സജീവമായി തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും അങ്ങനെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഘടക കക്ഷികളുമായും മുതിർന്ന നേതാക്കളുമായും ഒക്കെ വലിയ രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതുതന്നെ ഒരു അന്തിമ തീരുമാനത്തിൽ എത്താൻ തന്നെയാണ് തീരുമാനം. കാരണം തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നോടൊപ്പം 21 മന്ത്രിമാരും കൂടെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന VD സതീശന്റെ ആത്മവിശ്വാസം തന്നെയാണ് ഈ ഒരു തീരുമാനങ്ങൾ തകൃതിയായി പുരോഗമിക്കാനുള്ള നീക്കങ്ങളിലോട്ട് കടന്നുകൊണ്ടിരിക്കുന്നത്.